അതൊരിക്കലും തോന്നാത്ത ഒരേ ഒരു മേഖല എനിക്കൊന്ന് കുക്കിംഗ് ആയിരിക്കും. കാരണം കുക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഇന്നതല്ലല്ലോ. എത്രയോ ലോകത്തെ ഇൻഗ്രീഡിയൻസ് വെച്ച് ഇത് കേരള ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു ഷെഫാണ്. ഓക്കെ, നമുക്കൊരു അറിയാം അവിയൽ, തോരൻ, വെജിറ്റേറിയൻ എന്ന് പറയാം. ഇപ്പൊ ഇനി വല്ല ഒരു മലബാർ ക്വിസിന് പോയി കഴിഞ്ഞാൽ ബിരിയാണി അങ്ങനെ ഒരു സാധനം, അല്ല സെൻട്രൽ ട്രാവൻകൂറിൽ പോയി കഴിഞ്ഞാൽ പോത്തിന്റെ ഒരു 100 കണക്ക് അല്ലെങ്കിൽ ഇറച്ചി. ഇതുമല്ലാതെ ലോകത്ത് എത്ര തരം ഭക്ഷണങ്ങളുണ്ട് നമ്മൾ അറിയാതെ. ഓരോ ദിവസം ഇനി പഠിക്കാനാണെങ്കിൽ എനിക്ക് ഒരു 1000 വർഷം എടുത്താലും ഒരു ഇന്ത്യയിലെ ഭക്ഷണം ഇന്ത്യയിലെ റീജിയണൽ ഫുഡ് പോലും പഠിച്ചെടുക്കാൻ പറ്റില്ല. അപ്പൊ ആലോചിച്ചു, ലോകത്തെല്ലാം ഓരോരോരോ ഗ്രാമങ്ങൾക്ക് ഓരോ ഭക്ഷണ രീതികളും. അപ്പൊ ഇത് വെച്ചിട്ട് എങ്ങനെ ബോറടിക്കും നമുക്ക്? ഭക്ഷണം നമ്മൾ ചെയ്യുന്ന തൊഴിൽ അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം നമുക്കൊരു ജോലിയായിരുന്നു, പിന്നെ അത് ജോലി മാറി, അത് ലൈഫിന്റെ പാർട്ടായി. ഇപ്പൊ നമ്മളെ ജോലിയേ അല്ല. അപ്പൊ അതൊരു നമ്മുടെ ഡെയിലി നമ്മൾ എന്താ ഇഷ്ടപ്പെട്ട പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മൾ പാഷനായിട്ട് മാറും. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള അതാണ് പറയുന്നത്. നിങ്ങളുടെ കരിയറിലൊക്കെ ചിലപ്പം മറ്റുള്ളവരുടെയൊക്കെ പ്രഷറിൽ എഞ്ചിനീയറിങ്ങിനോ മെഡിസിനോ അല്ലെങ്കിൽ ഇനിയിപ്പം ചിലർക്ക് ഡോക്ടർ ആവണമെന്ന് തന്നെ ആയിരിക്കും ആഗ്രഹം, ചിലപ്പോൾ അവർക്ക് പറ്റില്ല. ഡോക്ടർ ആവണ്ടെന്ന് ആഗ്രഹമുള്ളവരെ കൊണ്ട് അവർക്ക് ചിലപ്പോൾ ആവാൻ പറ്റും. അപ്പോൾ എന്താണ് നമ്മുടെ ഏറ്റവും മനസ്സിന് സന്തോഷം? ഈ സമ്പത്തും കാര്യങ്ങളൊക്കെ ആദ്യത്തെ ഒരു 10 വർഷം കഴിയുമ്പം ഏതായാലും മടുക്കും. പിന്നീട് നമ്മുടെ ഉള്ളിൽ ആഗ്രഹത്തിനനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ഒരു സംതൃപ്തി കിട്ടുക, അല്ലേ? അപ്പം അതിലേക്ക് തേടിയെത്തുക. ചിലരത് 50 വയസ്സിലൊക്കെ എത്തും. ഇപ്പൊ തന്നെ ഈ നമ്മുടെ മലയാളികളുടെ കൃഷ്ണൻ നായർ സാറൊക്കെ ഉണ്ടാവും, ലീല. അദ്ദേഹം വലിയൊരു ലീല പെൻഡ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള പല കേട്ട് ക്യാപ്റ്റൻ കൃഷ്ണൻ. അപ്പൊ അദ്ദേഹത്തിന് ഈ പല ലോകരാജ്യങ്ങളൊക്കെ പോയി ഹോട്ടലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഒരു പാഷനായിട്ട് ഹോട്ടൽ ഉണ്ടാക്കണം. അപ്പൊ 65-ാമത്തെ വയസ്സിൽ ബോംബെയിൽ ഒരു ഹോട്ടൽ ഉണ്ടാക്കി, പിന്നെ ഗോവയിലുണ്ടാക്കി, ബാംഗ്ലൂരുണ്ടാക്കി. ഈ 3 ഹോട്ടല് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച, അതായത് ഒബ്രോയ്, താജ് എന്നൊക്കെ പറയുന്ന വലിയ കമ്പനികളുടെ 35-ൽ പരം ഹോട്ടലുള്ള സമയത്ത് ഈ 3 ഹോട്ടൽ വെച്ച് അവരുടെ ഒപ്പമോ അല്ലെ അതിലും മികച്ചതോ എന്ന നിലയിലേക്ക് എത്തി. അപ്പൊ അതൊക്കെ എന്താ പ്രായമൊന്നുമല്ല, നിങ്ങളുടെ മനസ്സിന് എപ്പോഴാണ് അതിനു വേണ്ടിട്ട് വർക്ക് ചെയ്യുക, എല്ലാ സംഭവങ്ങളും നടക്കും. ഭയങ്കര സക്സസ്ഫുൾ ആയ വേറൊരു റെസിപ്പി അങ്ങനെ എല്ലാവരും ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഒരു റെസിപ്പി? അത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്നത് വേണാട് പാൽക്കൊഞ്ച് എന്ന് പറയുന്ന സാധനമാണ്. അത് വളരെ സിമ്പിളായ ഒരു സാധനമാണ്. അപ്പോൾ ഈ ചെമ്മീൻ എല്ലാവർക്കും ഇഷ്ടമാണ്, പ്രോൺസ്. അപ്പോൾ അത് ഈ പ്രോൺ നമ്മളൊക്കെ ഒന്നി പൊരിച്ച് കഴിക്കും, അല്ലെ കറി വെച്ച് കഴിക്കും. അപ്പോൾ ഇതൊരു ഒരു ഒരു സോട്ട് ചെയ്തെടുക്കുന്നത് വളരെ സോഫ്റ്റായിട്ട്, വളരെ പെട്ടെന്ന്. ചെമ്മീൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഓവർ കുക്കായി പോകുന്നതാണ്. മലയാളി ഇത് റബ്ബറായിട്ടേ കഴിക്കും. അതെൻ്റെ ഒരു ഭയങ്കര സങ്കടമാണ്. ഞാനും അങ്ങനെയാണ് കഴിച്ചത്, നമ്മളും അങ്ങനെയാണ് ശീലിച്ചത്. നമ്മുടെ അറിവില്ലായ്മ കൊണ്ടാണ്. നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി മറ്റ് ഷെഫുമാരുടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ പ്രോൺ 2 മിനിറ്റ് കുക്ക് ചെയ്തെന്ന് പറയുമ്പോൾ ഇതെന്താണ് പച്ചയ്ക്ക് എങ്ങനെ കഴിക്കും? ഞാനൊക്കെ കൊച്ചുനാൾ കേട്ടിട്ടുണ്ട് മീനൊക്കെ പച്ചയ്ക്ക് കഴിച്ചാൽ ഭ്രാന്ത് പിടിക്കും എന്നൊക്കെയാണ് പറഞ്ഞ് പേടിപ്പിക്കുന്നത്, അല്ലേ? അങ്ങനെയൊക്കെയാണ് പറയുന്നത്. പക്ഷെ അതൊന്നും അല്ല, സത്യമല്ല. അപ്പം ഓരോന്നിനും ഓരോ കുക്കിംഗ് ടെക്നിക്കുകളുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ റെസിപ്പിക്ക് ഞാനൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞു ഇതൊരു 3 മിനിറ്റ് കൂടുതൽ കുക്ക് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ അത് ആളുകൾ ഫോളോ ചെയ്യുമല്ലോ. അപ്പോൾ അത് കഴിച്ചപ്പം പ്രോണിന്റെ ജ്യൂസി ആയിട്ട് കഴിക്കാൻ പറ്റും.